കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ നമ്മുടെ ഫ്രിഡ്ജിനോ അല്ലെങ്കിൽ നമ്മുടെ റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ പറ്റിയൊരു ട്രോളി നോക്കി നടക്കായിരുന്നു. ട്രോളി എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ അറിയാം ഈ പ്രോഡക്ട്സുകളൊന്നും വരുന്നത് ടയറോട് കൂടിയല്ല. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും മാറണമെങ്കിൽ ഒന്ന് നിരക്കി നിൽക്കണം, അല്ലെങ്കിൽ രണ്ടാളുടെ സഹായത്തോടെ എടുത്തുകൊണ്ട് നിൽക്കണം. സോ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് ഒരു ടയറിൽ വെച്ച് നീക്കിക്കൊണ്ട് നടക്കാനും എവിടെയെങ്കിലും ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ട്രോളി ഞങ്ങൾ നോക്കുമായിരുന്നു. പ്രൊവൈഡഡ് അതൊരു മെറ്റൽ ട്രോളി ആയിരിക്കണം, കാരണം ഇത്ര വെയിറ്റ് താങ്ങാനുള്ളതാണ്. സോ അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് Buildskill എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ റീറ്റെയിൽ ഷോപ്പ് അല്ലെങ്കിൽ ഓൺലൈൻ റീറ്റെയിൽ വെബ്സൈറ്റ് ഞങ്ങൾ കാണുന്നത്. സോ അവിടെ ഞങ്ങൾ ഈ പറഞ്ഞ ഞങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എക്സാക്ട് ട്രോളി അവൈലബിൾ ആയിരുന്നു. സോ ഞങ്ങൾ അതിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഏകദേശം 1000 രൂപയ്ക്ക് അടുത്ത ഒരു ട്രോളി ഞങ്ങൾ വാങ്ങി, ഒരു മെറ്റൽ ട്രോളി. ഏത് ടൈപ്പ് ഉപകരണം നമുക്ക്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് റെഫ്രിജറേറ്ററോ ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഏത് സൈസ് ആയിക്കോട്ടെ അത് നമുക്ക് വെക്കാൻ പറ്റുന്ന ട്രോളി ഞങ്ങൾ വാങ്ങി. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് വളരെയധികം തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രോളിയുടെ റിവ്യൂ ആണ്. എല്ലാവർക്കും ടെക്കോണറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. നമുക്ക് കിട്ടിയ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിച്ചിട്ടില്ല. അതിന് മുന്നേ പറയട്ടെ, നമുക്ക് Buildskillനെ കുറിച്ചൊന്ന് പറയാം. Buildskill എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് ആണ്. അതായത് Buildskill വെബ്സൈറ്റ് നമുക്ക് മോസ്റ്റ്ലി കിട്ടുന്ന പറഞ്ഞാൽ പവർ ടൂൾസ്, അതായത് പിന്നെ ഹോം ടൂൾസ്, ഹോം ടൂൾ കിറ്റ്സ്, പെയിന്റ് സ്പ്രേയേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ കംപ്രസർ വെച്ച് അടിക്കുന്ന പെയിന്റ് സ്പ്രേയേഴ്സ്, നമ്മൾ പവർ സപ്ലൈയിൽ കുത്തി ചെയ്യാൻ പറ്റുന്ന ഗണ്ണുകൾ കിട്ടും. സോ അങ്ങനത്തെ ഇലക്ട്രിക്കൽ മെറ്റീരിയൽ, ഇലക്ട്രിക്കൽ ടൂൾസ്, ടൂൾ ബോക്സസ്, ഞങ്ങൾ ഈ പറഞ്ഞ പോലത്തെ ഈ ട്രോളികൾ, ഇങ്ങനത്തെ എല്ലാം കിട്ടുന്ന ഒരു ഓൺലൈൻ അല്ലെങ്കിൽ സെല് ചെയ്യുന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ആണ് Buildskill എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെയാണ് അവരുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇപ്പോൾ വാങ്ങിയത് കൂളർ സ്റ്റാൻഡ് എന്നുള്ള കാറ്റഗറിയിലുള്ള ഒരു സാധനമാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ അങ്ങനെ പല പല പ്രൊഡക്ട്സുകളും എന്താ പറയുക നമ്മുടെ Buildskill വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ താഴെ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾക്ക് കയറി നോക്കാം. അതായത് വീടുകളിലേക്ക് പവർ ടൂൾസോ അല്ലെങ്കിൽ ആംഗിൾ ഗ്രൈൻഡേഴ്സ്, കട്ടേഴ്സ്, ഡ്രിൽ മെഷീൻസ്, ഹെവി ഡ്യൂട്ടി ഡ്രിൽ മെഷീൻസ്, അല്ലെങ്കിൽ പെയിന്റ് സ്പ്രേയേഴ്സ്, ഇതുപോലെയൊക്കെ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിൽ കയറി നോക്കാൻ, ഈ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അത്യാവശ്യം വിലക്കുറവിൽ തന്നെ പ്രൊഡക്ട്സ് ഉണ്ട് അതിൽ അവൈലബിൾ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ട്രോളിയുടെ അൺബോക്സിംഗിലേക്ക് പോകാം. സോ ഇതാണ് പാക്കേജ് വരുന്നത്. പ്ലീസ് റീസൈക്കിൾ ദിസ് ബോക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യം. എനിക്ക് തോന്നുന്നു മറ്റു ഓൺലൈൻ വെബ്സൈറ്റുകളുടെ ഒന്നും പാക്കേജിൽ കാണാത്തൊരു കാര്യമാണ് പ്ലീസ് റീസൈക്കിൾ ദിസ് ബോക്സ് എന്ന് പറയുന്നത്. ഫേസ് ചെയ്ത് പോകാണ്ട്. സോ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഞങ്ങൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. വൈറ്റ് കളറാണ് കേട്ടോ സ്റ്റാൻഡ്. വൈറ്റ് കളറും ബ്ലാക്ക് കളർ വേരിയൻറ്റ് അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ. സോ വൈറ്റ് കളറാണ് ഞങ്ങൾ വാങ്ങിയേക്കുന്നത്. സോ ഇതാണ് മെറ്റലാണ് കേട്ടോ, ഹെവി മെറ്റലാണ്, നല്ല ഹൈ ക്വാളിറ്റി മെറ്റൽ തന്നെയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതിന്. അതുകൊണ്ട് കാരണം നമുക്ക് ഇത്രയും വെയിറ്റുകൾ താങ്ങിയിരിക്കും. ഫ്രിഡ്ജാണ് വെക്കുന്നത്, ഒരു ഫ്രിഡ്ജ്, അതല്ലെങ്കിൽ എന്താ പറയുക വാഷിംഗ് മെഷീൻ ആണെങ്കിൽ വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ ഫ്രീസറുകൾ മാത്രമാണെങ്കിൽ അത് വെക്കാനുള്ള ഒരു ഉപകരണമാണല്ലോ, ഒരു വെക്കാനുള്ള സ്റ്റാൻഡാണല്ലോ. സോ അതുകൊണ്ട് മെറ്റൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അത് മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് സൈസ് പോലെ തോന്നും. സ്റ്റാൻഡേർഡ് സൈസ് അല്ല, ഇത് നമുക്ക് വലുതാക്കാൻ പറ്റും നമ്മുടെ ആവശ്യമുള്ള സൈസ് വെച്ച്. അതെങ്ങനെയാണ് ഞാൻ തുറന്നിട്ട് കാണിച്ചത്. സോ അതിന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു കൺസേൺ അതായിരുന്നു. കാരണം സ്റ്റാൻഡേർഡ് സൈസ് നമ്മുടെ ഫ്രിഡ്ജുകളുടെയും വാഷിംഗ് മെഷീൻ എല്ലാത്തിനും സൈസ് ഡിഫറൻ്റ് ആണല്ലോ. പക്ഷേ ഇത് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ്. ഇത്ര ഡയമെൻഷൻ വരെ നമുക്ക് വലുതാക്കാൻ പറ്റും. എല്ലാ സൈഡിൽ നിന്നും എത്ര ഡയമെൻഷനൊക്കെ പറയാം. അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അത് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ആണ് പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രിഡ്ജ് ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, വാട്ടർ കൂളർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എയർ കൂളർ ആയിക്കോട്ടെ, ഇതിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് മാറ്റാം. കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് സൈസ് അല്ല. സ്റ്റാൻഡേർഡ് സൈസിൽ വന്ന് നമുക്ക് ഒരിക്കലും നമ്മുടെ വീട്ടിലുള്ള ഉപകരണം വെക്കാൻ പറ്റില്ല. സൈസ് നമുക്ക് മാറ്റാൻ പറ്റും. സൈസ് ഇതിന് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ചെറുതായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 16.5 ഇഞ്ചസ് to 19.5 ഇഞ്ചസ് ആണ്. അതായത് ഇതിൻ്റെ നീളവും വീതിയായിട്ട് പറയുന്നത്. നമുക്ക് മാക്സിമം ഇത് വലുതാക്കാൻ പറ്റുമെന്ന് പറയുന്നത് 25.5 ഇഞ്ചസ് to 32 ഇഞ്ചസ് ആയിട്ടാണ് നമുക്ക് മാക്സിമം വലുതാവും. എനിക്ക് തോന്നുന്നു അതെന്ന് പറയുന്നത് ഏകദേശം ഒട്ടുമിക്ക ഫ്രിഡ്ജുകളും വാഷിംഗ് മെഷീനും എല്ലാം ആ ഒരു സൈസിനകത്തുള്ളതാണ് സൈസ് ആയിട്ട് വരുന്നത്. സോ അത് കൊണ്ടോളും. നമുക്ക് എങ്ങനെയാണ് വലുതാക്കണമെന്ന് കാണിച്ചു തരാം. സോ അതിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞത് ഒരു ട്രോളിയാണെന്ന് പറഞ്ഞു. ഒരു ട്രോളി ആയിട്ട് ഇതിന് ടയർ വേണ്ടേ. ഇതെന്ന് പറയുന്നത് താൽക്കാലം നിൽക്കുന്ന 4 ബുഷുകളിലാണ്. അതായത് ഇങ്ങനെ നമുക്ക് ഈ നമ്മുടെ കാറിന് ജാക്കിയൊക്കെ പോലെ നമുക്ക് തിരിച്ച് കയറ്റാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ പൊക്കാൻ പറ്റുന്ന ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 4 സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അത് ഇതിൻ്റെ ഒരു വേറൊരു യൂസേജാണ്. അത് കാരണം ഇവർ ഇത് ഉണ്ടാക്കിയ ഡിസൈൻ അത്രയും നല്ല അടിപൊളിയായിട്ടാണ്. കാരണം ഇത് നമുക്ക് ആദ്യം തിരിച്ച് വെക്കുകയാണെങ്കിൽ ഇവിടെ 4 സൈഡിലും 4 നട്ട് ഇതുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ടയറുകൾ അവൈലബിൾ ആണ്. 4 ടയറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് പിടിപ്പിക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയറൊക്കെ തന്നെയാണ്. വേറെ മെറ്റീരിയൽ വൈസ് ഒന്നുമില്ല. ബേസിക്കലി എല്ലാ ടയറുകളും ഉണ്ടാക്കുന്ന മെറ്റീരിയൽ. സോ നമുക്കൊന്ന് പിടിപ്പിക്കാം ആദ്യം.
അപ്പോൾ നമ്മൾ 4 ടയറുകൾ പിടിപ്പിച്ച് കഴിഞ്ഞു. അതായത് ഞാനൊന്നുകൂടി പറയാം, ഏകദേശം 1000 രൂപയുടെ അടുത്താണ്, 919 രൂപയാണ് അവർ ഇതിൽ ഓൺലൈൻ വെബ്സൈറ്റ് ഇട്ടാണ്. 1000 രൂപയുടെ അടുത്താണ് ഇതിന് വില. 1000 രൂപയ്ക്ക് ഈ ഒരു മെറ്റൽ ടൈപ്പ് ഇത്രയും ഫംഗ്ഷനോടുകൂടിയുള്ള ഒരു ട്രോളി കിട്ടാൻ വളരെ വലിയ കാര്യം. കാരണം പിടിച്ച് ഞാൻ പറയുന്ന ഫംഗ്ഷൻ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഉരുട്ടിക്കൊണ്ട് നടക്കാം. അത് ആവശ്യമില്ല, ടയർ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഈ നമ്മുടെ ഈ പറയുന്ന ഈ ബുഷുകൾ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇത് നമുക്ക് പൊക്കി നമുക്ക് ടയറുകൾ പൊങ്ങി നിൽക്കുന്ന രീതിയിലാക്കാം. അപ്പോൾ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കാൻ പറ്റും. സോ അത് വളരെ നല്ലൊരു ഡിസൈനാണ് വരുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ 4 സൈഡുകളിൽ ഒരു ബുഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഈ ബുഷ് നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമുക്ക് ഹൈറ്റ് നമുക്ക് കണ്ട ലെങ്ത്തും വിഡ്ത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് മാക്സിമം ഉള്ളത്, ഈ സൈഡിൽ നിന്നായാലും മാക്സിമം ഉള്ളത്. ഇത് നമ്മൾ ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ദൂരിപ്പോരും. പക്ഷേ നമുക്കൊരു പരിധി വരെ നമുക്കൊരു മാക്സിമം അതിൻ്റെ പറഞ്ഞേക്കുന്ന ഒരു അഡ്ജസ്റ്റ് ഇത് വരെ നമ്മൾ വെക്കുന്ന വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, കൂളർ ആയിക്കോട്ടെ, അതിനനുസരിച്ച് നമ്മൾ എന്താ പറയുക വലുതാക്കാം. സോ ഇത് എത്രയും മാക്സിമം വലുതാവണം, എത്രയും വലുതായിട്ട് ഉണ്ടോ. സോ വേണ്ടോ, ഇതിപ്പോൾ മാക്സിമം ആ ഒരു ഇതിൽ ഇപ്പോൾ റോളിങ് ഇതായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു സാധനം വെച്ച് കഴിഞ്ഞിട്ട് ഏതൊരു വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജ് എന്തായിക്കോട്ടെ അത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാണിച്ചേക്കണ ഈ നമ്മുടെ ഈ എന്താ പറയുക ഈ ജാക്ക് പോലത്തെ ഇത് സാധനങ്ങൾ നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങും. താഴോട്ട് ഇറങ്ങി നമുക്ക് ഒരു ഹൈറ്റ് പോലെ ആവും. സോ എന്തോരം താഴോട്ട് ഇറങ്ങുന്നോ അപ്പോൾ നമ്മുടെ ടയർ നമ്മുടെ മുകളിലോട്ട് പൊങ്ങി പോവാണ്. സോ നമുക്ക് പിന്നെ ടയർ ഉണ്ടാവില്ല. അപ്പോൾ ഒരു എന്താ പറയുക ബുഷ് പോലെ അവിടെ നിന്നിട്ട് നീങ്ങാത്ത രീതിയിലായിക്കോളും. നമുക്കിപ്പോൾ എവിടേക്കെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞത് അതിനാണല്ലോ മെയിൻലി ഉപകരണം. അതായത് എവിടെയെങ്കിലും നീക്കിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടയർ നേരെ താഴ്ത്തിയിട്ട് നമുക്ക് വെക്കാം. അതിനുശേഷം നമ്മൾ ഈ ബുഷുകൾ പൊക്കി കൊടുത്താൽ ഇതാ ഒരു സ്ഥലത്തിരുന്നോളും. അപ്പോൾ അത് അനങ്ങാണ്ടിരുന്നു. 4 ടയറുകൾ ഇപ്പം പൊങ്ങിയിരിക്കുന്നത് കാരണം ഇത്രയും താഴ്ന്നിരിക്കുന്നുണ്ട്. ഫിക്സ്ഡ് ആയിട്ട് അവിടെ ഇരുന്നോളും. നേരെ തിരിച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് ടയർ നേരെ താഴെ വന്ന് മുട്ടിയിരുന്നോളും. സോ ടയറിൽ നമുക്ക് ഉപകരണം ഏതാണെന്ന് വെച്ചാൽ ഒന്നിക്കൊണ്ടിടക്കാം. അപ്പോൾ ഞങ്ങൾ വെക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരു കൂളർ ഉണ്ട് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു റെഫ്രിജറേറ്റർ ഉണ്ട്, അത് മാത്രമായിട്ടുള്ളത്. അതാണ് വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് അല്ലെങ്കിൽ ഫ്രണ്ട് ലോഡ് അല്ലെങ്കിൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻസ് വെക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജുകൾ വെക്കാം. ഞങ്ങളിപ്പോൾ തൽക്കാലം ഞങ്ങൾ റെഫ്രിജറേറ്റർ വെക്കാം. ഞങ്ങൾ 2 കൂടിയുള്ളത് ഫ്രിഡ്ജിൽ നോക്കാൻ പറ്റാത്തതാണ് റെഫ്രിജറേറ്റർ വെക്കുന്നത്. സോ ഇതിന്റെ നീളവും വീതി എന്ന് പറയുന്നത് 60/48 ഞങ്ങൾ എടുത്തേക്കുന്നത്. 60/48 ഇതിന്റെ നീളവും വീതി എന്ന് പറയുന്നത്. സോ ഞങ്ങൾ സെയിം ലെങ്തും ഡയമെൻഷൻസും ഞങ്ങൾ നേരെ ഇതിലേക്ക് സെയിം ലെങ്ത് ഡയമെൻഷൻ ഞങ്ങൾ നമ്മുടെ എന്താ പറയുക ട്രോളിയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. 60/48 ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എല്ലാം കറക്റ്റ് അല്ല, എന്നാലും ഏകദേശം അവർ ഇട്ടാണ്, കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങൾ എടുത്ത് നമ്മുടെ ട്രോളി എടുത്ത് ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇത് ഫിക്സഡ് ആയിട്ട് വെക്കുമ്പോഴും ട്രോളറിലുള്ള അത് കാണിച്ചു തരാം. ഓക്കെ. സോ ഞങ്ങൾ നമ്മുടെ റെഫ്രിജറേറ്റർ നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. മെറ്റൽ ബോഡി ആയതുകൊണ്ട് വലിയ കാര്യമായ വളവൊന്നുമില്ല, വളഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഫിക്സ്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു അതിൽ തന്നെ ഒന്നുകൂടി കുറച്ചും കൂടി വേണമെങ്കിൽ ലെങ്തും ഇത് ഞങ്ങൾക്ക് കുറയ്ക്കാനുണ്ട്. ഞങ്ങളൊന്ന് ജസ്റ്റ് എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ, വേറെ പ്രശ്നമില്ല. ഇതിപ്പോൾ ഇരിക്കുന്നത് ഫിക്സഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതായത് ഈ ബുഷുകളാണ് താഴെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ടയറുകളല്ല. ഇപ്പം നമുക്കിത് എവിടെയെങ്കിലും നീക്കിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതുകൊണ്ട് താഴ്ത്തിയാൽ മതി. അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കൂളറിൽ ട്രോളി വെച്ചതിന് റോളറിലാണ്. സോ നമുക്കിപ്പോൾ തള്ളി നീക്കണമെന്നുണ്ട്, കണ്ടോ ഇങ്ങോട്ട് വേണമെങ്കിൽ തള്ളി നീക്കുന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സുഖമായിട്ട് നമുക്ക് തള്ളി നീക്കാനുള്ള ഇതുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അതാണ് ഞാൻ ഇത് പറഞ്ഞത്. അതായത് നമുക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നീക്കി കൊണ്ടുപോകണമെങ്കിൽ വേറെ ഒരാളുടെ സഹായം ഇല്ലാണ്ട് ജസ്റ്റ് ഈ 4 എന്താ പറയുക ബുഷുകൾ നമ്മളൊന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ടയറിൽ ഇരുന്നോളും. ഫുൾ ട്രോളി, അതായത് ഫുൾ നമ്മുടെ ഈ റെഫ്രിജറേറ്റർ ആയിക്കോട്ടെ, ഫുൾ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനനുസരിച്ച് അവിടെ ഇരുന്നോളും. അതിനുശേഷം മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് ബുഷ് താഴ്ത്തി കൊടുത്താൽ മതി. നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് എപ്പോഴും ഒരിക്കലും റോളറിൽ വെക്കാൻ പറ്റില്ല. കാരണം ഡ്രയർ ഒക്കെ ഉള്ളതുകൊണ്ട് വൈബ്രേറ്റ് ചെയ്താൽ റണ്ണിങ്ങിലാണെങ്കിലും വൈബ്രേറ്റ് ചെയ്ത് വാഷിംഗ് മെഷീൻ ടയറിലാണെങ്കിൽ നീങ്ങി പോകാൻ ചാൻസുണ്ട്.
സോ നമുക്ക് നീക്കണം എന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ നമുക്ക് ടയറിലാക്കാൻ വേണ്ടി വെച്ചു. അതിനുശേഷം ഈ ബുഷുകൾ താഴ്ത്തി കൊടുത്താൽ നേരെ ബുഷുകളിൽ പൊങ്ങിയിട്ടുള്ളൂ. സോ ആണ് ട്രോളി കൊണ്ടുള്ള ഉപയോഗം. സോ നമുക്ക് വേറെ ആളുടെ സഹായം ഇല്ലാണ്ട് ചുമ്മാ നീക്കിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ ഈ ട്രോളി എന്ന് പറയുന്നത്. ബിൽസ്കിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ട്രോളി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ബിൽസ്കില്ലിൻ്റെ ഈ ട്രോളി എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫ്രിഡ്ജിനായിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, കൂളറുകളായിക്കോട്ടെ, റെഫ്രിജറേറ്റർ ആയിക്കോട്ടെ, ഇതിനെല്ലാം വെക്കാൻ പറ്റുന്ന ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ, അതായത് ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് 2 പൊസിഷൻ, അതായത് ബുഷ് ഇട്ടും അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ട്രോളി നമ്മുടെ റോളറിൽ ഇട്ടിട്ട് നമുക്ക് ഉന്തിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വേറെ ആളുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് ഉപകരണം ഇങ്ങനത്തെ ഇത്രയും വെയിറ്റുള്ള കാര്യങ്ങളൊക്കെ നീക്കണം എന്നുണ്ടെങ്കിൽ അതിന് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് കം ഒരു ട്രോളി ആയിട്ട് മൂവിങ് ട്രോളി ആയിട്ട് നമുക്ക് ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. സോ ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് തന്നെ വാങ്ങിയത് അത്ര ഇംപ്രസ്ഡ് ആണ്. കാരണം അറിയില്ലായിരുന്നു, ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതാണ് ബിൽസ്കിൽ എന്നുള്ള പേര്. പക്ഷെ വന്നപ്പോൾ നല്ല പക്ക മെറ്റൽ നല്ലോണം നല്ലോണം വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു ട്രോളിയാണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഞാൻ പിന്നെ എടുത്തിട്ട് പറയുന്നത് അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മാത്രമല്ല നമുക്ക് ബുഷിലും അതുപോലെ റോളിലും ഇതിനെ ബുഷിലും അതുപോലെ തന്നെ നമ്മുടെ റോളറുകളിലും ഇതിനെ കൊണ്ട് നടക്കാമെന്നുള്ളതാണ് കാര്യങ്ങൾ. സോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങൾ ഈ ഒരു ഐറ്റത്തിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞങ്ങൾ അല്ലെങ്കിൽ പിന്നെ ബിൽസ്കിൽ എന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി വാങ്ങാം. ഈ ഉപകരണം മാത്രമല്ല നേരത്തെ പറഞ്ഞാൽ ഹെവി ഡ്യൂട്ടി ഡ്രില്ലുകൾ, ആംഗിൾ ഗ്രൈൻഡർ, ഹോം ടൂൾസ്, നമുക്ക് ടൂൾസ് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജുകൾ, പിന്നെ പെയിന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്രസ്ഡർ വെച്ച് പെയിന്റ് അടിക്കുക, സ്പ്രേ പെയിന്റ് അല്ലാണ്ട് നമുക്ക് പവർ സപ്ലൈയിൽ കുത്തിയൊരു സ്പ്രേ പെയിന്റ് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് പെയിന്റിങ്ങിനൊക്കെ പോകുന്നവർക്ക് ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെട്ട ഒരു സാധനം. ഈ കംപ്രസർ കൊണ്ട് പോയിട്ടുള്ള വേണ്ട പണി നടക്കാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഈ സ്പ്രേ പെയിന്റ് ചെയ്യുന്ന സാധനങ്ങൾ. ഈ എല്ലാ ഉപകരണങ്ങളും നിങ്ങളുടെ ബിൽസ്കിൽ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വളരെ വില കുറവിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് ഞാനും അനുപം വരുന്നതായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ലെറ്റ്സ് ഫൈറ്റ് ഫോർ ഇറ്റ്.